സ്വാസിക ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, രാത്രി എല്ലാം കഴിഞ്ഞ് ടൈം കിട്ടുന്ന സമയത്തായിരിക്കും ഫോൺ വിളിക്കുന്നത്. ഇല്ലാത്ത ഫോൺ വിളിക്കുന്ന സ്വാസിക ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് പ്രേം അതെ ഓക്കെ അതെ അതെ. അപ്പം ആ കാര്യത്തിൽ ഞങ്ങൾ ഇടയ്ക്ക് ചിലപ്പം ഇതിടാറുണ്ട്, വഴക്കിടാറുണ്ട്. അതായത് തിരിച്ചിങ്ങോട്ടുള്ള റിപ്ലേസ് കുറച്ചും കൂടെ കൂടുതൽ സംസാരിക്കണം. അതെന്താണത്? അല്ല അത് തന്നെ, ചില കാര്യങ്ങൾ ഇപ്പൊ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത് 1 word 2 wordൽ നിർത്തുമല്ലോ. അപ്പൊ അത് 2 words അല്ലാതെ കുറച്ച് നീട്ടി ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാനിങ്ങനെ വിചാരിക്കും, മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഒരു കണക്കിന് ഞാൻ അത് പറഞ്ഞല്ലോ, നല്ലൊരു ലിസണർ ആയതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നല്ലതാണ്. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ ആ കാര്യത്തിൽ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളിങ്ങനെ എന്ത് കാര്യം, പൊട്ട കാര്യം, ചെറിയ കാര്യം പറഞ്ഞാലും നിസ്സാര കാര്യം പറഞ്ഞാലും അത് കേൾക്കും. കേട്ടിട്ട് ആണോ ഓക്കെ ഓക്കെ, അല്ലാണ്ട് ഈ ചെറിയ കാര്യം ഇതൊക്കെ എന്തിനാ എന്നോട് പറയണേ അങ്ങനെ ചോദിക്കില്ല. എന്ത് ചെറിയ കാര്യമാണെങ്കിലും അത് ഇപ്പൊ ഈ വള ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണെന്ന് പറഞ്ഞാലും ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ കൂടുതൽ ചോദിക്കില്ല എവിടുന്ന് എന്ന് മേടിച്ചു, അങ്ങനെ ചോദിക്കില്ല. എല്ലാം കൂടെ എങ്ങനെയാ കിട്ടുന്നേ? അതാ പറഞ്ഞു, എല്ലാം കൂടെ പറ്റില്ല, പൂന്തോട്ടം വേണം, AC വേണം, കാർ പോർച്ച്, അറ്റാച്ച്ഡ് ബാത്റൂം, ഇതെല്ലാം കൂടെ എങ്ങനെ കിട്ടുന്നേ? 250 രൂപ വേണം. അല്ല, ഈ ഓപ്പോസിറ്റ് പോൾസിന്റെ കാര്യം പറഞ്ഞപ്പം ആക്ച്വലി ഇപ്പൊ ഒരു വളരെ ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ കുറെ സംസാരിക്കുമ്പോൾ അത്രയും ലിസൺ ചെയ്യുന്ന ഒരു വ്യക്തി കിട്ടുന്ന ഒരു ആശ്വാസമാണ്. അത് ഞാൻ പറയുന്നല്ലോ, അതിനോടൊപ്പം തന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് അതിന് റിപ്ലൈയും വേണം. അത് എല്ലാത്തിലും ഇല്ല കേട്ടോ, എല്ലാത്തിലും ഇല്ല. ചില കാര്യങ്ങളില് ഇപ്പൊ മെയിൻ ആയിട്ട് ഞാൻ അന്ന് വഴക്കുണ്ടാക്കിയത് എന്റെ പരിഭവം പറഞ്ഞത് ഡാൻസ് ഷോ. ഞങ്ങൾ ആദ്യമായിട്ട് പോയത് എവിടെ? ദുബായില്, ഓസ്ട്രേലിയയില്. നമ്മൾ ആദ്യം ദുബായിൽ ദുബായിൽ. അപ്പൊ അവിടെ വെച്ചിട്ടാണ് നേരിട്ട് എന്റെ ഡാൻസ് ഷോ കാണുന്നത്. അതായത് അമ്മയ്ക്ക് പകരം ഞാൻ കുഞ്ചുനെയാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പം നേരിട്ട് സ്റ്റേജിൽ ഇരുന്ന് ഡാൻസ് കാണുകയാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡാൻസ് കഴിഞ്ഞ് വരുമ്പോ ഡാൻസിനെ കുറിച്ചിട്ട് വാതോരാതെ സംസാരിക്കും. നല്ലതാണെന്ന് എനിക്കറിയാലോ, അപ്പം അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കുഞ്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ഡാൻസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ 2 അപ്പൊ ഞാൻ ചോദിച്ചു ആദ്യത്തെ ഡാൻസ് ആണ് രണ്ടാമത്തെ ഡാൻസ് ആണ്? പറഞ്ഞു ആദ്യത്തെ ഡാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഞാൻ ആദ്യത്തെ ഡാൻസ് എന്ത് ഇഷ്ടപ്പെട്ടു എന്ന് എങ്ങനെ ഇഷ്ടപ്പെട്ടു, എന്റെ ഡ്രസ് എങ്ങനെ ഉണ്ടായിരുന്നു, എന്റെ ഇങ്ങനത്തെ കറക്റ്റ് ഞാൻ വന്നപ്പോ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊക്കെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട സാധനം. ചോദിച്ചില്ലേ, ഇതൊക്കെയാണ് സാധനങ്ങൾ എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ഇത് വേ യു എക്സ്പ്രസ് ഇസ് ഡിഫറെന്റ്. അതാണ്. അതെ, അപ്പൊ ഈ കാര്യമാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഞാൻ പണ്ടും എനിക്കറിയാം അധികം എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണ് എന്നറിയാം. പക്ഷെ പിന്നെ ഞാൻ വിചാരിക്കും അപ്പൊ ഞാൻ എന്തിനാണ് പിന്നെ ഓവറായിട്ട് ഒരു കാര്യം, ഒരു എക്സ്പെക്ടേഷൻ വയ്ക്കുന്നത് എന്തിനാണ്? അപ്പൊ അതാണ് ഞാൻ ഇനി തിരുത്തേണ്ടത്. ഭയങ്കരമായിട്ട് ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മാറ്റാൻ എന്തായാലും പറ്റില്ല. അപ്പൊ ഓവർ ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ കുറയ്ക്കണം. ആൾ ഇങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം, അതിനാണ് ഞാൻ ഇഷ്ടപ്പെട്ടതും. പക്ഷെ പിന്നെ അതിന്റെ ഇടയിൽ കയറി ഞാൻ എന്തിനിത് ചോദിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഞാൻ ഇപ്പം ചോദിച്ചു തുടങ്ങി. അപ്പൊ അതിങ്ങനെ കട്ട് ഡൗൺ ചെയ്യണം. അതുപോലെ എന്താ പറയാ, ചില ആൾക്കാർക്ക് അവരുടെ ഒരു പേഴ്സണൽ സ്പേസ്, ഇപ്പം ഇത്രയും നാളും ഈ 30 വർഷത്തില് അങ്ങനെയായിരുന്നല്ലോ, ഒരു ചെറിയൊരു സമയം കിട്ടിയ ഒറ്റയ്ക്ക് റിലാക്സ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സിനിമ കാണണം, അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ഒറ്റയ്ക്കുള്ള ഒരു സമയത്തിലേക്ക് ഞാനും കൂടി വന്നിരിക്കുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കണം. ഉണ്ടാവും. കാരണം ഇപ്പൊ വീട്ടിൽ വരുമ്പോഴാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ട് കുഞ്ചു വീട്ടിൽ വരുമ്പോൾ, ട്രിവാൻഡ്രത്ത് വീട്ടിൽ വരുമ്പോൾ എന്ത് ചെയ്യും, അമ്മയുടെ സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു, ഗാർഡനിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ചു റൂമിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കണത്. അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആള് ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിനിമ കാണുന്നത്, ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ എന്താവും, ഒറ്റയ്ക്ക് ഇരിക്കാൻ റൂമിലേക്ക് പോകുമ്പോ ഞാൻ കുഞ്ചു അതെന്തായി, അയ്യോ അവിടെ പോണ്ടേ, അപ്പൊ ആ സ്പേസ് പോയി. അപ്പൊ ഞാൻ മനസ്സിലാക്കുമ്പോ ഓക്കെ, അപ്പൊ ഇനി അങ്ങനെ ചെയ്യും. അപ്പൊ ആള് റൂമിലേക്ക് പോയാലും അറ്റ്ലീസ്റ്റ് ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് അവിടെ ചെന്നാ മതി, അതുവരെ ഞാൻ താഴെ ഇരിക്കാം. അപ്പൊ ആ 1 മണിക്കൂറിൽ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, എന്താ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ ആലോചിച്ചത് എപ്പോഴും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എന്തിനിത് ചെയ്യണം, എന്തിനിങ്ങനെ എക്സ്പെക്ട് ചെയ്യണം, എന്തിനിത് ചെയ്യണം. അപ്പൊ ഞാൻ ഇതൊക്കെ കട്ട് ഡൗൺ ചെയ്ത്, എന്റെയും ക്യാരക്ടർ ഇങ്ങനെയാണല്ലോ, അപ്പൊ എനിക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. കാരണം ഞാൻ ഈ ജോയിന്റ് ഫാമിലിയിൽ
താമസിക്കുന്നതുകൊണ്ട് എനിക്ക് സൈലൻസ് അറിയില്ല. ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും വർത്തമാനത്തിലായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു എന്താ നിങ്ങൾ എന്താ പറയുക, സോളോ ഫ്രീക്കിംഗ്, അങ്ങനത്തെ ഒരു സോളോ അതാണ് ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. എനിക്കും ഇല്ല. കാരണം ഞാൻ എപ്പോഴും എൻ്റെ കൂടെ അമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെ വന്നാലും ജോയിന്റ് ഫാമിലി ആയതുകൊണ്ട് കസിൻസ്, ഒരു ദിവസം ഗ്യാപ്പ് കിട്ടി എല്ലാവരും കസിൻസ് വരും. അപ്പം ആ കാര്യം എനിക്കറിയാത്തതുകൊണ്ട് എനിക്കും അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇനി ഞാൻ ശ്രദ്ധിച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. ഒരു വർഷം കഴിയുമ്പോൾ ശരിയാവും. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ആക്ടിങ് പ്രൊഫഷൻ എന്നുള്ള പരിപാടി മൈൻഡിലുണ്ടായിരുന്നു? ഇല്ല, എന്നെ ആക്ടർ ആവണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എനിക്ക് ഒബ്വിയസ്ലി മൈൻഡിൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഒരു സിനിമ കാണുമ്പോൾ ലൈക്ക് ഇന്ന റോൾ നമ്മൾ ചെയ്താൽ നല്ലതായിരിക്കും, നമുക്ക് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ആസ് എൻ ആക്ടർ ആവുന്ന പ്രൊഫഷനായിട്ട് എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഐ വാണ്ടഡ് ടു ബിക്കം എ മോഡൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള സംഭവമായിരുന്നു. ബട്ട് ദെൻ അഗൈൻ എൻ്റെ വീട്ടുകാരും എല്ലാവരും പറഞ്ഞു പഠിച്ചിട്ട് വലിയ ആളാവും, CA എടുക്കും, അതെടുക്കും ഇതൊക്കെ പറയും. ബട്ട് സ്റ്റിൽ എനിക്കത് എടുക്കാൻ പറ്റിയിരുന്നില്ല. ഐ ഗോട്ട് എ ജോബ്, പ്ലേസ്മെന്റ് കിട്ടിയാലും ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് ചുമ്മാ ടൈം പാസിന് തുടങ്ങിയതാണ് ഈ റാമ്പ് വാക്കും കാര്യങ്ങളൊക്കെ. എങ്ങനെ ഫാഷൻ ഷോസ് എല്ലാം ചെയ്ത ശേഷം ഐ തിങ്ക് എൻ്റെ സെക്കൻഡ് ഫാഷൻ ഷോയിലാണ് നമ്മൾ അന്ന് മീറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് മോഡലായിട്ട് ജസ്റ്റ് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കി. ആ സമയത്ത് ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോ ഇതുപോലെ പല കാസ്റ്റിംഗ് ആൾക്കാരെ കണ്ടു, ആഡ് ഷൂട്ട്സിന് വിളിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ ചെയ്ത് ചുമ്മാ അത് അപ്പോഴും ഞാൻ സീരിയസ് എടുക്കുന്നില്ല. ഞാൻ ഒരു ആക്ടർ ആവുന്ന ഒരിക്കലും വിചാരിക്കുന്നില്ല. ഓക്കെ, മോഡലായി നോക്കാം, അല്ലെങ്കിൽ ആഡ്സ് മാത്രം ചെയ്ത് നോക്കാം വിചാരിച്ചു. എന്നിട്ടും ഈ 2.5 വർഷം അതിന്റെ പുറകെ നടന്നു. എന്നിട്ട് ഞാൻ ഈ സീരിയലിന്റെ ഒരു ഓഫർ വന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് 2018. എനിക്കൊന്ന് ആഫ്റ്റർ ഫ്ലഡ്സ്, കാരണം ആ ഫ്ലഡ് ഒക്കെ ആയിട്ട് ആഡ്സ് എല്ലാം നിന്നു. സോ കയ്യിൽ കാശ് ഉണ്ടാവാത്തൊരു തീർച്ചയായിട്ടും നമുക്കറിയാലോ ഇഷ്ടമാണ്. അപ്പൊ ആ സമയത്താണ് നമുക്ക് ഈ 2018 കഴിയുമ്പോഴാണ് ഈ ഒരു സീരിയലിന്റെ കോള് വന്നത്, ഫസ്റ്റ് സീരിയലിന്റെ കോള് വന്നത്. ശരി, അപ്പൊ ഓക്കെ ഫൈൻ, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോഴും എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. സീരിയൽ ഷൂട്ട് തുടങ്ങി ഡയറക്ടറൊക്കെ ചെയ്തോളി കൊല്ലുകയാണ്. കാരണം അഭിനയിക്കാൻ അറിയണ്ടേ. കാരണം ഞാൻ മോഡലിംഗ് വെച്ചാൽ അവിടെ പറ്റുമ്പോൾ ചിരിക്കുക, ചെറിയ മൂവ്മെന്റ്സ് അത്രയൊക്കെ ഉള്ളൂ. സീരിയലിൽ പോയിട്ട് നമ്മൾ അഭിനയിക്കണം, ഡയലോഗ് പറയണം, ഈ പ്രോംപ്റ്റിംഗ് വരും, പ്രോംപ്റ്റ് ചെയ്യുന്ന സ്പീഡ് കിട്ടണം, ഇതൊന്നും കിട്ടുന്നില്ല എനിക്ക്. അത് പണിയാണ്. ആദ്യത്തെ 3 മാസം സ്ട്രഗിൾ ചെയ്തു. എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ ഞാൻ നോക്കും 2 പേജ് ഡയലോഗ്, എൻ്റെ അമ്മോ ഞാൻ പിന്നെ പേടിക്കാൻ തുടങ്ങും, വിറയ്ക്കാൻ തുടങ്ങും. ബട്ട് അത് നമ്മൾ ഒരു ഇൻ ദ ജോബ് ട്രെയിനിങ് പോലെ ആയിരുന്നു ആക്ച്വലി ഫോർ മീ. കാരണം അതിനുശേഷം കുറെ പഠിച്ചു. അങ്ങനെ സീരിയൽ കയറി ഒക്കെ ഒരു സീരിയൽ അടുത്ത സീരിയൽ ബാക്ക് ടു ബാക്ക് കിട്ടിക്കൊണ്ട് തുടങ്ങി. പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു, അഭിനയം എന്നൊരു സംഭവം ഇഷ്ടപ്പെട്ടു. ഐ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് സ്ലോലി ആക്ച്വലി. ആക്ടിങ് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. രാവിലെ എനിക്കുമ്പോൾ ഇപ്പൊ എന്തായിരിക്കും സീൻസ് എന്തായിരിക്കും, ഇങ്ങനെയൊക്കെ പേടിച്ച് പോകുന്നത്. ഇമോഷണൽ സീൻസ് ഒന്നും എനിക്ക് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈ സെയിം ആണ്, ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ അറിയാത്ത, സ്ക്രിപ്റ്റ് കാണുമ്പോൾ പേടിക്കുന്ന സെയിം ആളാണ് ഞാൻ പോയി തെലുഗു ചെയ്തു, ഇപ്പൊ തമിഴ് ചെയ്തോണ്ടിരിക്കുന്നു. തെലുഗു ഏതൊരു ഭാഷയ്ക്ക് അറിയാത്ത പോലും ഇല്ല. അത് മുംബൈയിലാണ് ഷൂട്ട്. മുംബൈയിൽ മൊത്തം ഹിന്ദിക്കാരൻ. അവിടെ ഹിന്ദി അറിയാം, കേട്ടാ മനസ്സിലാവും, കുറച്ച് പറയും. ഏറ്റവും ഇഷ്ടമില്ലാത്ത ലാംഗ്വേജ് ആയിരുന്നില്ലേ ഹിന്ദി? അങ്ങനെയല്ല, ഞാൻ ഹിന്ദി എടുത്തിട്ടില്ല. ഹിന്ദി വേണ്ടാന്ന് വെച്ചിട്ട് എടുത്തിട്ടില്ല. അവിടെ പോയിട്ട് ഹിന്ദി കുറച്ച് അറിയാം. തോടാ മാലു എന്ന് പറയുന്നില്ല. പക്ഷെ അവിടെ മൊത്തം ടെക്നീഷ്യൻ മൊത്തം ഹിന്ദിക്കാര്, പോയി കൂടെ അഭിനയിക്കുന്ന തെലുഗു. അവര് തെലുങ്ക് സംസാരിക്കുന്നത് എന്താ അവര് പറയണ ആർക്കറിയാം, എനിക്കറിയില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ അവിടെ പോയി അഭിനയിച്ചു. സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റില്ല, തെലുങ്കിൽ എഴുതിയിരിക്കുന്നത്, വായിച്ചാലും മനസ്സിലാവും, അതും അറിയില്ല. ബട്ട് സ്റ്റിൽ അതായത് നമ്മളെനിക്കുന്ന ഓരോ ഫേസസ് ആണ്. നമ്മൾ ഇതാണ് ലേണിംഗ് കർവ്, ഇതാണല്ലോ. നമ്മൾ അവിടെ പോയി ഇപ്പൊ നീന്താരത്തോളം പോയി നീന്തിനെ പറ്റുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ യൂഷ്വലി പ്ലേറ്റ് കഴുകുന്നത്. അപ്പൊ ഞാൻ കഴിച്ചിട്ട് ഇപ്പൊ പ്ലേറ്റ് കൊടുക്കുമ്പോൾ ഇവള് ദേഷ്യപ്പെടും, എങ്ങോട്ടാ പോകുന്നത്, ഞാൻ കഴിക്കണം, അതിന് പ്ലേറ്റ് എടുത്തിട്ട് പോകും. ഞാൻ ആകെ ചെയ്തൊരു ജോലി ഒന്നാതാ. ചില പണികൾ ഇപ്പൊ എല്ലാ പണിയും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കിപ്പോ തുണി തയ്ക്കാൻ ഇപ്പൊ കുഞ്ചു പറയാണ് ഷർട്ട് അയൺ ചെയ്ത് തരാൻ പറഞ്ഞാൽ എനിക്ക് പറ്റൂല, അത് എനിക്ക് ഇഷ്ടമല്ല. അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. വെളിയിൽ പോയി 2 മാങ്ങ പറിക്കാൻ പറഞ്ഞാൽ അതും ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ